നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ലോകമേ യാത്ര എന്നുള്ള ഒരു ചെറിയ കവിതയുണ്ട്. സിസ്റ്റർ മേരി ബെനീഗ്നയാണ് എഴുതിയത്. അതിൻ്റെ ആശയവും അതുപോലെ തന്നെ താരതമ്യക്കുറിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ. കവിത ഇങ്ങനെയാണ്: ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാതിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കുക. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാതിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു നാൾ ഈ ലോകത്തെയും നമ്മുടെ മരണമടഞ്ഞ ശരീരത്തെയും പിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് എതിർപ്പുകളൊന്നുമില്ലാതെ പോകണം. ഒരിക്കലും തിരികെ വരാത്ത യാത്രയാണ് അതെന്നുള്ളത് കൊണ്ട് നാം എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ടോ അതെല്ലാം മരണമെന്ന അതിർത്തിയിൽ നാം ഉപേക്ഷിക്കണം. യഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അപ്പോൾ ഈ ലോകത്ത് നാം നേടിയ സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, കീർത്തി, അന്തസ്സ്, കുടുംബ പ്രശസ്തി ഒന്നും തന്നെ നാം അന്ത്യയാത്രയിൽ കൊണ്ടുപോവുകയില്ല. യാതൊരു അഹങ്കാരത്തിൻ്റെ അഴുക്കും പുരളാത്ത പുണ്യം മാത്രമേ പരലോകത്തും നമുക്ക് പ്രയോജനം വരുത്തുകയുള്ളൂ. ഇതാണ് ഈ കവിതയുടെ ആശയം. താരതമ്യക്കുറിപ്പ്: ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളും കഥയിലെ ആശയവും താരതമ്യം ചെയ്യൂ. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യൂ. ആശയങ്ങൾ ക്രോഡീകരിച്ച് എഴുതൂ. ആൻസർ: E.V. കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിലെ പിന്നെ എന്ന കഥയും ലോകമേ യാത്ര എന്ന സിസ്റ്റർ മേരി ബെനീഗ്നയുടെ കവിതയും ഒരേ ആശയം തന്നെയാണ് നമുക്ക് തരുന്നത്. സന്യാസിയും കുമാരൻ്റെയും ചോദ്യോത്തരത്തിലൂടെ അവർ എത്തിച്ചേരുന്നത് ഈ ലോകത്തിനപ്പുറത്തുള്ള അദൃശ്യമായ ഒരിടത്തിലേക്കാണ്. ലോകമേ യാത്രയിൽ അങ്ങനെയൊരിടം പരലോകം ഉണ്ടെന്നും അവിടേക്ക് സുഖമായി യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഇഹലോകത്തിൽ അനുഭവിക്കണം എന്നും വ്യക്തമാക്കുന്നു. ലോകമേ യാത്രയിൽ പരലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാണ്. ജീവിത നേട്ടങ്ങൾ വിസ്തരിച്ചാണ് കഥയിൽ ആ നേട്ടങ്ങൾ കൊണ്ടുള്ള ശൂന്യത ബോധ്യപ്പെടുത്തുന്നത്. രണ്ടും ആശയത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറം തന്നെയാണ്.